ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കാഞ്ചനേനെയാണ്. കാഞ്ചന ഇങ്ങനെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ കയറി വന്നു. ഇപ്പോൾ കയറി വന്നുകൊണ്ടേ തന്നെ കാഞ്ചന, മീനാക്ഷി ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. മീനോ? അവളിവിടെ ഇല്ല, അവൾ ക്ഷേത്രത്തിലോ മറ്റോ പോയിരിക്കുക എന്ന് പറഞ്ഞു. എപ്പോൾ വരും എന്ന് ചോദിച്ചു. അതറിയില്ല, എപ്പോഴായാലും വരുമായിരിക്കും എന്ന് പറഞ്ഞു. മീനാക്ഷിയോട് നാളെ രാവിലെ പോസ്റ്റ് ഓഫീസിലേക്ക് വരാൻ പറയണം. എന്താ, അവൾക്ക് വല്ല ലവ് ലെറ്ററും വന്നിട്ടുണ്ടോ? ലവ് ലെറ്ററാണ് ഇവിടെ ഏൽപ്പിക്കില്ലേ? ഇതിപ്പോൾ രജിസ്റ്റേർഡ് കത്താം. അവളിവിടെ ഇല്ലല്ലോ, അതാ നാളെ പോസ്റ്റ് ഓഫീസിൽ വന്ന് കൈപ്പറ്റാൻ പറഞ്ഞത്. രജിസ്റ്റേർഡ് ലെറ്ററോ? ബാങ്കിൽ നിന്നായിരിക്കും മിക്കവാറും. സ്വർണം പണയം വെച്ചത് ലേലത്തിൽ പോകുന്നതിൻ്റെ നോട്ടീസായിരിക്കും. ഇത് അപ്പോയിൻമെൻറ്റ് ലെറ്ററാ? അപ്പോയിൻമെൻറ്റ് ലെറ്ററോ? മീനാക്ഷിയോട് വന്ന് വാങ്ങിക്കാൻ പറയണം. ഞാൻ പോവാ എന്ന് പറഞ്ഞു. ഇതെന്നെ ഏൽപ്പിച്ചൂടെ? ഞാൻ അവൾക്ക് കൊടുക്കാം. അയ്യോ, അത് പറ്റില്ല. രജിസ്റ്റേർഡ് ലെറ്റർ ആയതുകൊണ്ട് മീനാക്ഷി തന്നെ കൈപ്പറ്റണം. എൻ്റെ പൊന്ന് പോസ്റ്റ്മാൻ സാറേ, താങ്കളൊന്ന് കണ്ണടച്ചാൽ ഇതെനിക്ക് തരാൻ പറ്റും. ഞാൻ മീനാക്ഷിയുടെ പേരെഴുതി ഒപ്പിട്ട് തരാമെന്നേ. മീനാക്ഷി കംപ്ലൈൻറ്റ് കൊടുത്താൽ എൻ്റെ ജോലി പോവും. അയ്യോ, കംപ്ലൈൻറ്റ് കൊടുക്കാനോ? എങ്ങനെ വരാനാ? ഒരിക്കലും അതൊന്നും ഉണ്ടാവില്ല. അവളെൻ്റെ പൊന്നനിയത്തിയല്ലേ. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതവൾക്ക് വരുമെന്ന് അറിയാമായിരുന്നേ. അവൾ എന്നോട് പറഞ്ഞതാ. അങ്ങനെ ഒരു കത്ത് വരുവാണെങ്കിൽ ചേച്ചി അത് മേടിച്ച് വെച്ചേക്കണേ എന്ന് എന്നോട് പറഞ്ഞതാ. പിന്നെ മുമ്പൊക്കെ അച്ഛന് വന്ന എത്ര രജിസ്റ്റേർഡ് ലെറ്റർ ഞാൻ കൈപ്പറ്റിയിട്ടുള്ളതാ. ഒരു കുഴപ്പമില്ലാന്നേ. ഇത് ഞാൻ അവൾക്ക് കൊടുത്തോളാം. ശരി, എന്നാൽ പിന്നെ താൻ സൈൻ ചെയ്യുക, മീനാക്ഷി എഴുതി സൈൻ ചെയ്യുക എന്ന് പറഞ്ഞ് ഒപ്പിടിപ്പിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് ഈ ലെറ്റർ കാഞ്ചനയുടെ കൈ കൊടുത്തിട്ട് പോസ്റ്റ്മാൻ അങ്ങ് പോയ പുറകെ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് ചങ്കത്ത് കയ്യും വെച്ച് നിൽക്കുകയാണ് നമ്മുടെ കാഞ്ചന. എൻ്റെ ഈശ്വര, ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയല്ലോ. അപ്പോൾ ഈ ലെറ്ററും കൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്, പ്രഭാവതിയുടെ അടുത്തേക്ക്. അമ്മ എന്തെടുക്കുക അമ്മേ? അടുക്കളയിൽ എന്താടി എടുക്കുക? നിനക്കൊക്കെ വെട്ടി വിഴുങ്ങാനുള്ളത് ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടി പായസം കൂടി ഉണ്ടാക്കിക്കോ അമ്മ. എന്തിനാ? ഇന്ന് വിശേഷ ദിവസം അല്ലല്ലോ. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. മധുരം നൽകി ആഘോഷിക്കേണ്ട കാര്യമാണ്. എന്താടി എന്ന് ചോദിച്ചു. അമ്മയുടെ മരുമകൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു. ജോലിയോ? അതെ, ടീച്ചർ ജോലി. UP സ്കൂളിലാണ് കിട്ടിയിരിക്കുന്നത്. ഞെട്ടിപ്പോയി പ്രഭ. അതെ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് ദേ കാണുന്നത്. പോസ്റ്റ്മാൻ ഇപ്പം ഇതിങ്ങോട്ടേക്ക് തന്നതേ ഉള്ളൂ. തന്ത്രപൂർവ്വം ഞാനിത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. നീങ്ങി തന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം തന്നെ അത് വാങ്ങി. കഷ്ടമായി പോയല്ലോ. വല്ലാത്ത സങ്കടത്തിലായി പ്രഭയുടെ കണ്ണൊക്കെ തള്ളി. ഇത് കണ്ടപ്പോൾ തന്നെ ആകെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ പ്രശ്നമായല്ലോ എൻ്റെ പൊന്ന് കാഞ്ചനെ. നമുക്ക് കൂനുമേ കുരു പോലെയായി. പായസമല്ല, വിഷമാ വിതരണം ചെയ്യേണ്ടത്. അവൾ എക്സാം എഴുതാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചത് തന്നെയാണ് ഇത്. എന്നാലും ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ വാർത്തയാണല്ലോ അമ്മ ഇത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾ ജോലിക്ക് പോയി കാശ് സമ്പാദിക്കും. വീട്ടുഭരണം അവളുടെ കയ്യിലാവും. പിന്നെ നമ്മളിവിടുത്തെ വേലക്കാരും ആവും. അയ്യോ, സർക്കാർ ജോലിയും കാശുമുള്ള അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അവൾക്കായിരിക്കും വില. നമുക്ക് ആ വില കിട്ടുമേ? ബാഗും തൂക്കി കൊടയും എടുത്ത് അവളങ്ങ് പോവും. വരാൻ സന്ധ്യയാവും. അത് കഴിഞ്ഞ് വീട്ടു ജോലിയെല്ലാം നമ്മളെടുക്കണം. പിന്നെ വൈകുന്നേരം വന്നാലുടനെ ചായ എന്ന് പറയുമ്പോൾ ഹോട്ടൽ ജീവനക്കാരിയെ പോലെ അമ്മ ചായ എടുത്തു കൊടുക്കേണ്ടി വരും. എന്ത് കഷ്ടമാണ്. ജോലിയും കൂലിയൊക്കെ ആകുമ്പം അമ്മ വില വെക്കുകയില്ല അവൾ. കണ്ടോ? അല്ലെങ്കിൽ മീനു ഈ ടീച്ചർ ജോലിക്ക് പോവില്ല കാഞ്ചന, ഒരിക്കലും പോവില്ല. അമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കുമോ? ഇത് നമ്മുടെ അഭിമാന പ്രശ്നം അമ്മേ. ഇങ്ങനൊരു ലെറ്റർ വന്നിട്ടുണ്ടെന്ന് നമുക്ക് 2 പേർക്കും മാത്രമല്ലേ അറിയുള്ളൂ. ഇല്ല, വേറെ ആരും അറിഞ്ഞിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. എങ്കിൽ വേറെ ആരെയും തൽക്കാലം അറിയിക്കണ്ട. ഈ ലെറ്റർ നമുക്ക് ഇത് അവളുടെ കയ്യിൽ കിട്ടിയാൽ മാത്രമല്ലേ അവൾ ജോലി കിട്ടിയ കാര്യം അറിയുള്ളൂ. ഇതറിയാതിരിക്കാനുള്ള വഴിയുണ്ട്. ഇത് അവളുടെ കയ്യിൽ കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു. ഈ സമയത്താണ് അഖില അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോൾ പ്രഭ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഈ ലെറ്റർ വാങ്ങിയിട്ട് ചുരുട്ടിക്കൂട്ടി അവിടുത്തെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരെന്താ ഈ കാണിക്കുന്നത് എന്ന് അഖില ഇങ്ങനെ നോക്കിത്തോട്ടോ. ഇവർക്കെന്താ പറ്റിയത്? എന്നിട്ട് ഇങ്ങനെ പറയുക, ഇങ്ങനൊരു ലെറ്റർ വന്നുവെന്ന് പിന്നീട് ആരെങ്കിലും ചോദിച്ചാൽ അറിയില്ല എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. ഇന്ന് നമുക്ക് പായസം വെച്ച് ആഘോഷിക്കാം അല്ലേമ്മേ? വാ എന്ന് പറഞ്ഞ്
ഇവർ രണ്ടുപേരും എന്നിട്ട് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ അഖില അവിടെ നിന്ന് മാറി നിന്നു. എന്നിട്ട് നേരെ അഖില ചെന്നിട്ട് വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ ലെറ്റർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, ചേച്ചിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അഖിലയ്ക്ക് ഭയങ്കര സന്തോഷമായി. അത്ര സന്തോഷമൊന്നും പറയാൻ പറ്റില്ല. എന്നാലും അവരെന്ത് ക്രൂരതയെ കാണിച്ചത്. പാപികൾ, മഹാപാപികൾ. ചേച്ചിക്ക് വന്ന അപ്പോയിൻമെൻറ്റ് ലെറ്ററാ ചുരുട്ടി എറിഞ്ഞതാ. ചേച്ചിക്ക് ജോലി കിട്ടിയത് സന്തോഷിക്കുന്നതിന് പകരം അവരറിയിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നല്ല സമയത്താണ് ഞാൻ വന്നത്, കണ്ടത് ഭാഗ്യമായി എന്ന് പറഞ്ഞ് അഖില വേഗം അത് തൂത്ത് വൃത്തിയാക്കി വേഗം അതെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ മീനു അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പം മീനു ഓട്ടോച്ചേട്ടന് പൈസയൊക്കെ കൊടുത്തിട്ട് കയറി വരുമ്പോഴേക്കും അഖില അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ആഹാ ചേച്ചി നല്ല സമയത്താണ് വന്നത്. എവിടെ അർജുനേട്ടൻ? അർജുൻ വർക്ക്ഷോപ്പിനടുത്തിറങ്ങി സത്യനാഥേട്ടനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു യാത്രയും ദർശനവും ഒക്കെ? സുഖയാത്ര, നന്നായി തൊഴാനും പറ്റി. നല്ല ശക്തിയുള്ള ദേവിയാ പ്രാർത്ഥിച്ചിരിക്കുന്നത് കേട്ടോ. സ്പോട്ടിലാ റിസൾട്ട്. എന്താടി? ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഉമ്മ തന്നാ പറയാം. കളിക്കാതെ കാര്യം പറയടി വേണേ. ഉമ്മ തന്നാലേ പറയൂ. ശരി. അവസാനം മീനു നമ്മുടെ അഖിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഇനി പറ. ഉമ്മ തന്നല്ലോ, നീ പറയ. അതെ, ഇനി മുതലേ എൻ്റെ ചേച്ചി വെറും മീനു അല്ലട്ടോ, മീനു ടീച്ചറാ. മനസ്സിലായില്ല? എൻ്റെ പൊന്നു ചേച്ചിക്ക് ജോലി കിട്ടി. സത്യമാണോ പറയണത്? അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു എൻ്റെ ടീച്ചറെ. സത്യമാണോ നീ പറയണത്? സത്യമല്ല പിന്നെ കള്ളം. ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് മീനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ. മീനു തുള്ളിച്ചാടണോ കരയണോ ചിരിക്കണോ എന്നറിയാത്ത ഒരവസ്ഥയിലായിപ്പോയി. കെട്ടിപ്പിടുത്തത്തിലോ ഉമ്മയിലോ ഒതുങ്ങില്ല കേട്ടോ. വലിയ ചിലവുണ്ടേ, പറഞ്ഞേക്കാം. അമ്മ അച്ഛനെയും മുത്തശ്ശിയും ഒക്കെ വിളിച്ച് പറയാ, അർജുനേനെയും വിളിച്ച് പറയാ. ഇത് കൈ കിട്ടിയതേ ഉള്ളൂ, ഞാൻ ആരെയും വിളിച്ചില്ല ചേച്ചി. അതെ, അപ്പോൾ വേഗം മാറി. അല്ല, ഇതെങ്ങനെ നിൻ്റെ കൈ കിട്ടിയത്? ഇത് ഞാൻ ഒപ്പിട്ട് വാങ്ങേണ്ടതല്ലേ? പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് ഞാനല്ലേ വാങ്ങേണ്ടത്? അതെ, പക്ഷേങ്കിൽ ഇതെനിക്ക് കിട്ടിയത് ഇവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞു. മീനു ഞെട്ടിപ്പോയേ. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നോ? അതെ ചേച്ചി. പിന്നെ പോസ്റ്റ്മാനിൽ നിന്ന് കാഞ്ചനേച്ചിയെ അമ്മയെ ഇത് വാങ്ങി. വന്നതിന് ശേഷം അവരിത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടോ. ഞാനിത് കണ്ടതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. കണ്ടില്ലായിരുന്നെങ്കിൽ ജോലി കിട്ടിയ കാര്യം നമ്മൾ അറിയില്ലായിരുന്നു. ജോലി നഷ്ടപ്പെട്ടേനെ. അവരും അത് തന്നെയായിരിക്കും ആഗ്രഹിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അതെ, ചേച്ചിക്ക് ഭാഗ്യമുണ്ട് കേട്ടോ ചേച്ചി, അത് പറഞ്ഞാൽ മതിയല്ലോ. എന്താ പെട്ടെന്ന് മുഖം വാടിപ്പോയത്? എന്തു പറ്റി? അവരുടെ കാര്യമൊക്കെ വിട്ടേരെ. അവരിതല്ല ഇതിലപ്പുറവും ചെയ്യും. ഞാൻ ജോലിക്ക് പോയാൽ അവർ പ്രശ്നം ഉണ്ടാക്കുമോ? പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നമുക്കെന്താ ചേച്ചി? നീ ആഗ്രഹിച്ച് നേടിയ ജോലിയല്ലേ, ഇതിനു വേണ്ടിയിട്ടല്ലേ നീ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചത്? പറയേ, എന്തോരം പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി നീ ഈ ജോലി വേണ്ടെന്ന് വെക്കണമെന്നാണോ ഈ പറയണത്? നീ എങ്കിലും രക്ഷപ്പെട്. അതെ, പറയുന്നവർ പറഞ്ഞോട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? അവർ ചെയ്തതൊക്കെ വെച്ച് നോക്കുമ്പോൾ തല കീഴായി നിർത്തി രണ്ടുപേർക്ക് വായിൽ വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് കൊടുക്കണം. തൽക്കാലം ലെറ്റർ തിരികെ കിട്ടിയ കാര്യം അവരറിയണ്ട, ഞാൻ എല്ലാവരെയും വിളിച്ച് സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് പറഞ്ഞ് മീനുമായ എക്സൈറ്റ്മെൻറ്റിൽ അകത്തേക്ക് കയറിപ്പോവാണ് കേട്ടോ. അപ്പോൾ അഖിലയും ഏറ്റവും അധികം സന്തോഷിക്കുന്നയാളാണ് അഖില. അപ്പോൾ മീനു അകത്തേക്ക് ചെന്നു. ഈ സമയത്ത് പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും ദിനേശിനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അഞ്ജലിയുടെ പ്രശ്നം ഏകദേശം ഒരു അവസാനമായി അല്ലേ അർജുൻ? അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്. അവൾ അങ്ങനെ അടങ്ങിയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. മീനുവിൻ്റെ തെറ്റിദ്ധാരണ മാറിയല്ലോ. സമാധാനം. ഒരു ആശ്വാസത്തിലാണ് ഞാനും ദിനേശേ. നീ ഇനി അഞ്ജലിയോടെ ഏറ്റുമുട്ടാനൊന്നും പോകണ്ട, അതവളെ വാശി കയറ്റുള്ളൂന്നേ. തൽക്കാലം വേണ്ട. അപ്പോഴാണ് ഈ പോസ്റ്റ്മാൻ ആ വഴിയെ നടന്നു വരുന്നത്. അപ്പോൾ ദിനേശ് പറയാണ്, നമസ്കാരം ഭാർഗവേട്ട, കത്തുണ്ടോയെന്ന് ചോദിക്കുന്നില്ല, ഇപ്പം ആരാ കത്തയക്കാനാ? അല്ല, അർജുനെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നോ? ഇല്ല. എന്താ ഭാർഗവേട്ട അങ്ങനെ ചോദിച്ചത്? ഒരു സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ എന്ത് തരും എനിക്ക് എന്ന് ചോദിച്ചു. ഇവനൊരു 100 രൂപ തരും. കുടുംബത്തിൽ ഒരാൾക്ക് നല്ലൊരു കാര്യം നടന്നിട്ടുണ്ട്, അതാ ഞാനീ പറയാൻ പോണത്. 100 പറയാൻ പറ്റില്ല, 100 പറ്റില്ല. എന്താ ഭാർഗവേട്ട, പറ, സമ്മാനത്തുക പറ. ഞാൻ 500 രൂപ തരാം. അത് മതിയോ? നിന്റെ കുടുംബത്തിൽ ഒരു ടീച്ചർ ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ എത്ര രൂപ തരും എന്ന് ചോദിച്ചു. അപ്പോൾ മീനുവിന് ടീച്ചർ ജോലി കിട്ടിയോ? കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോയിൻമെൻ്റ് ഓർഡർ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ. സത്യമാണോ? എടാ ദിനേശ്, രക്ഷപ്പെട്ടു. ഭാർഗവേട്ട പറഞ്ഞത് കേട്ടോ? എൻ്റെ പൊന്നോ ഭാർഗവേട്ട, ഒരുപാട് സന്തോഷമായിട്ടോ. 500 അല്ല, ഞാൻ 2000 രൂപ തരും എന്ന് പറഞ്ഞു.
പിടി. അയ്യോ, ഈ സന്തോഷ വാർത്ത പറഞ്ഞേര് എൻ്റെ സമ്മാനം. അയ്യോ, ഇതൊന്നും വേണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത് വച്ചോന്നേ, എൻ്റെ ഒരു സന്തോഷത്തിന് വാങ്ങിച്ചോ. വീട്ടിലെല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ശരി എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് ഈ പോസ്റ്റ്മാൻ അങ്ങ് പോയി. അപ്പോൾ ദിനേശനും നമ്മുടെ അർജുൻ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അർജുൻ, മീനു വീട്ടിലെത്തിയിട്ടില്ലേടാ? അവൾ അറിഞ്ഞു കാണുമായിരിക്കുമോ അവൾക്ക് ജോലി കിട്ടിയത്? അറിയില്ല. എന്നിട്ട് എന്താ നിന്നെ വിളിക്കാഞ്ഞത്? അതെ, എനിക്കൊരു സർപ്രൈസ് തരാനായിട്ടായിരിക്കും മിണ്ടാതിരിക്കണത്. എന്തായാലും ഞാൻ ചെന്നൊന്ന് കാണട്ടെ. എനിക്കിരിക്കാൻ പറ്റില്ല. സന്തോഷമായി എനിക്ക്. അത്രമാത്രം അവൾ ആ ജോലി ആഗ്രഹിച്ചിരുന്നു. ഓ, ഇതിനെ എങ്ങനെ ആഘോഷിക്കണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. വാടാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഇവർ നേരെ വീട്ടിലേക്ക് പോവാണ്. മീനു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓടി വന്നു അർജുൻ. ഓടി വന്നിട്ട് ദാ ആ കൈ ഇങ്ങോട്ട് തന്നേ, ഒരു കൈ കൊടുക്ക് എന്ന് പറഞ്ഞു. എന്തിനാ കൈ തരുന്നത്? എല്ലാം ഞാൻ അറിഞ്ഞു, നീ മറച്ചു പിടിക്കണ്ട. അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത് പോസ്റ്റ്മാൻ എന്നോട് പറഞ്ഞു. നീ ദിനേശേട്ടൻ ചോദിച്ചു എന്താ നീ മീനു ജോലി കിട്ടിയിട്ട് നിന്നെ വിളിച്ച് പറയാത്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സർപ്രൈസ് വെച്ചിട്ടിരിക്കുമായിരിക്കും, അതുകൊണ്ടാണ് നീ വിളിക്കാതിരുന്നത് അല്ലേ മീനു? ആ സർപ്രൈസ് ഞാനങ്ങ് പൊളിച്ചു. എങ്ങനെയുണ്ട്? കൈ കൊടുക്ക് മീനു, നീ എന്താ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. കൺഗ്രാജുലേഷൻസ് മീനു, കലക്കി പൊളിച്ചടുക്കി. നിന്നെ ഓർത്ത് ഞാനിപ്പോൾ അഭിമാനിക്കുക. അന്ന് എക്സാം എഴുതിയപ്പോഴേ എനിക്കറിയാമായിരുന്നു നിനക്ക് ജോലി കിട്ടുമെന്ന്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് സർക്കാർ ജോലി കിട്ടുന്നത്, അതും നിനക്ക് തന്നെ. എത്ര സന്തോഷമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജോലി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ എന്ത് പക്ഷേ? പിന്നെന്താ മീനു ഒരു സങ്കടം പോലെ? നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നത്? ഞാൻ ജോലിക്ക് പോകണോ വേണ്ടോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ അർജുൻ. എന്തിനാ ഇത്ര ആശയക്കുഴപ്പം? എന്താ നിനക്ക് പറ്റിയത്? പോവണ്ടെന്ന് അർജുൻ എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട്? നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് അതിനു വേണ്ടിയായിരുന്നോ? ജോലി വേണമെന്ന് ആഗ്രഹം കൊണ്ടല്ലേ എക്സാം എഴുതിയത്? ആരുടെയും ശുപാർശയില്ലാതെ ഒരു ജോലി നേടുകയും ചെയ്തു. എന്നിട്ടിപ്പോൾ അത് വേണ്ടെന്നോ? ശരിയാണ് അർജുൻ പറഞ്ഞത്. പക്ഷേ ജോലി എനിക്ക് വേണം എന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ഇന്നെന്ത് പറ്റി? പിന്നെന്താ? ജോലിക്ക് പോയാൽ വെറുതെ പ്രശ്നമാവും. അമ്മയും ചേച്ചിയും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള പേടിയാണോ? അവർ പ്രശ്നം ഉണ്ടാക്കും, ഉറപ്പ്. ഞാൻ ജോലിക്ക് പോയാൽ അവർ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും അർജുൻ. അതോടെ നിൻ്റെ മനസ്സമാധാനം പോവും, നിൻ്റെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്തിനാ വെറുതെ? എന്താ പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. എന്തിനാ വെറുതെ? എന്തൊരു മണ്ടിയാടോ നീ? താനെന്ത് ഇങ്ങനെ ആയിപ്പോയത്? അപ്പോഴാണ് കാഞ്ചന അതിലേ പോണത്. ഇവർ സംസാരിക്കുന്ന കേൾക്കാണ് കേട്ടോ. കൈ കിട്ടിയത് ആരും വേണ്ടെന്ന് വെക്കുമോ? ഇതുപോലെ നിസ്സാര കാരണത്തിന് വേണ്ടിയിട്ട് എന്തുവാ പറയണത്? ആരെന്ത് പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും താൻ ജോലിക്ക് പോയിരിക്കും, അതിലൊരു സംശയമില്ല. അപ്പം മനസ്സിലായി ഇവർ സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ കാഞ്ചനയും പെട്ടു ആകെ. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതുമാത്രമല്ല അർജുൻ, ഞാൻ ടീച്ചർ ജോലി ചെയ്യുന്നത് ശരിയാവില്ല. അതെ, നിനക്ക് ജോലി വർക്ക്ഷോപ്പിലും അല്ലേ? അതുകൊണ്ട് നാട്ടുകാർ പറയില്ലേ വെറുതെ ഭാര്യ ടീച്ചറും ഭർത്താവ് വർക്ക്ഷോപ്പുകാരന് ജോലിക്കാരനുമാണെന്ന്? അതൊരു കുറച്ചിലാവില്ലേ? നിനക്കാകെ സങ്കടമാവില്ലേ എന്ന് ചോദിച്ചു. നിനക്കെന്താ മീനു? നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? നീ എന്ത് വർത്തമാനമായി പറയണത്? നാട്ടുകാരും വീട്ടുകാരും എന്താണെങ്കിലും പറയട്ടെ, അതിനിപ്പം നിനക്കെന്താ? ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നിനക്ക് കിട്ടിയ ജോലി വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിൻ്റെ ജോലി എനിക്ക് തരാൻ പറ്റുമോ? പൊട്ടത്തരം പറയാതെ നീയേ ആദ്യം സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ മീനു വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടണത്? ഈ വിഷയം അച്ഛനോ മുത്തശ്ശനോ ഒക്കെ അറിയുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയോ? അറിയാം. എന്നാലും എന്നാലും ഇനി താൻ ജോലിക്ക് പോയിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരത്തിൻ്റെയും ആവശ്യമില്ല എന്ന് തന്നെ കെട്ടായം അർജുൻ പറയുകയാണ്. അപ്പോൾ കാഞ്ചന നേരെ അടുക്കളയിലേക്ക് വച്ചു പിടിപ്പിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുൻ ചോദിക്കുകയാണ്, എവിടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എവിടെ, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ മീനു അതെടുത്ത് കൊടുത്തു. ഭയങ്കര സന്തോഷത്തിലാട്ടോ കൊടുത്തത്. ഇതൊക്കെ വായിച്ച അർജുൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. കാഞ്ചന നേരെ കിച്ചണിലേക്ക് ചെന്നു. എന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്തിട്ട് തപ്പോട് തപ്പ്. അപ്പോഴാണ് പ്രഭ അങ്ങോട്ടേക്ക് പറഞ്ഞത്. നീ എന്താണ് ഈ വേസ്റ്റ് തപ്പുന്നത്? എന്താ? അപ്പോയിൻമെൻറ്റ് ലെറ്റർ മീനുവിൻ്റെ കയ്യിൽ എങ്ങനെയോ എത്തിയിട്ടുണ്ട്. ജോലി കിട്ടിയ കാര്യം അവൾ അറിഞ്ഞു. അയ്യോ, ലെറ്റർ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടാണല്ലോ. ഇപ്പം ഇതിലില്ല. അമ്മ അത് ചുരുട്ടി എറിയുന്നത് അഖിലയോ മറ്റോ കണ്ടു കാണും. അവളതെടുത്ത് മീനുവിന് കൊടുത്തിട്ടുണ്ടാവും. അത് കത്തിച്ചാൽ മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? പോയ ബുദ്ധി ഇനിയിപ്പോൾ ആന വിളിച്ചാൽ വരുമോ? ഇല്ലല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക?
ചില കാര്യങ്ങൾ പറഞ്ഞ് മീനു പോണില്ല എന്ന് പറയുന്ന കേട്ടു. പക്ഷെ അർജുൻ വിടുകയില്ല. അവൻ സമ്മതിക്കില്ല. അവൾ ജോലിക്ക് പോയേ പറ്റൂ എന്ന് അവൻ പറയണത്. എന്താണെങ്കിലും അമ്മേ, എന്ത് നടക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അത് നടക്കാൻ പോവാ. അവൾ ടീച്ചറും നമ്മൾ വെറുതെ അടുക്കളപ്പണിക്കാരിയും. എനിക്കത് ഓർക്കാൻ പോലും വയ്യ. നിന്ന് മോങ്ങാതെ പെണ്ണേ, അവൾ ഈ ജോലിക്ക് പോവില്ല, ഞാൻ വീടില്ല അവളെ എന്ന് പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ കച്ച കെട്ടി നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ അച്ഛനെയാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് അർജുനും മീനുവും അഖിലയും ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ഇതെല്ലാം വായിച്ചു. ജോലി കിട്ടാൻ വേണ്ടി ആൾക്കാർ പരക്കം പായുകയും സമരം ചെയ്യുകയും ചെയ്യുന്നു. എപ്പോഴാ കിട്ടിയ ജോലിയെ നീ വേണ്ടാന്ന് വെക്കുന്നത്? എന്നാ മീനു നീ കേൾക്കുന്നത്? അതിന് പറയുന്ന കാരണങ്ങളോ കേട്ടാ ചിരി വരും. ചേച്ചിക്ക് വട്ടാച്ചാ, അല്ലാണ്ട് എന്ത് പറയാനാ? അതെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി സർക്കാർ ജോലിക്ക് പോണത് അത് സന്തോഷിക്കാനും അഭിമാനിക്കാനും എന്താ ഉള്ളത്? ഞാൻ കുറേ പറഞ്ഞു, പക്ഷെ ഓരോരോ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. അതാ ഞാൻ അച്ഛനോട് ഓടി വന്നത്. അത് പിന്നെ ഒന്നും പറയാൻ നിൽക്കണ്ട, നീ ഈ ജോലിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞു. അച്ഛൻ കട്ടായം പറഞ്ഞു കേട്ടോ. അത് നോക്കിയിട്ട്, അല്ല ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് കൊണ്ടാണോ ഇത് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞത്? അയ്യോ, അത് പിന്നെ അപ്പം അഖില പറയണം, അല്ലച്ച അത് ചുരുട്ടി എറിഞ്ഞത് ചേച്ചിയല്ല, പിന്നെ ആരാ? അത് പിന്നെ ചേച്ചിയോ അമ്മയോ വേണ്ട, അമ്മ അവരാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങിയത്. ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അവരത് ചുരുട്ടി എറിഞ്ഞത് എന്ന് പറഞ്ഞു. ഇവരെ എന്താ ചെയ്യുക ഞാൻ? അത് വിട്ട് കളഞ്ഞേരെ, അവരവരുടെ വഴിക്കും നമ്മൾ നമ്മുടെ വഴിക്കും, അതങ്ങ് വിട്ടേരെ എന്ന് അർജുൻ പറയുകയാണ്. മോളുടെ തീരുമാനം മാറ്റിയല്ലോ അല്ലേ? ഇനിയിപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കോ. നല്ല ടീച്ചർ എന്ന പേരെടുക്കണം. ഞാൻ പോവാച്ച എന്ന് പറഞ്ഞു മീനു. അപ്പോൾ മീനു ഇങ്ങനെ നിന്നിട്ട്, അതെ അത്രമാത്രം ആഗ്രഹിച്ച ജോലിയായത്, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സാരമില്ല. അപ്പോഴാണ് നമ്മുടെ കാഞ്ചനയും പ്രഭയും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ അർജുൻ പറയാണ്, ആഹാ രണ്ടിനെയും കണ്ടില്ലെന്നേ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും എത്തി രണ്ടുപേരും. അല്ല, രണ്ടുപേരും ഉടവാളൂടെ എടുത്തോ, വേഗാവട്ടെ. നീ എന്താടാ പരിഹസിക്കാണോ? അതെ, നീ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോടി എന്ന് ചോദിച്ചു. തീരുമാനിച്ചു. നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ അതിനെ സമ്മതിക്കില്ല. നീ ജോലിക്ക് പോയി കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ആർക്കുമില്ല എന്ന് പറഞ്ഞ പ്രഭ ഇങ്ങനെ തുള്ളുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.